ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. എളുപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏകദേശം ഒരു 1/2 കിലോ കോഴി ബാസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ കോഴിക്ക് 1/2 കിലോ ബാസ്മതി റൈസ്. ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞത്, ഒരു 100 ഗ്രാമോളം ചെറുള്ളി, ഒരു 30 ഗ്രാമോളം വെളുത്തുള്ളി, അത്രയും തന്നെ ഇഞ്ചി, ഒരു 6 പച്ചമുളക്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതലിടുകയും ചെയ്യാം, കുറച്ചിടുകയും ചെയ്യാം. ഒരു 50 ഗ്രാമോളം തൈര്, മല്ലിയില, മിന്റ് ലീഫ്, ഒരു 50 ഗ്രാമോളം നെയ്യ് വേണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ 50 ഗ്രാം, ഒരു 5 ഗ്രാമോളം ഗ്രാമ്പൂ, അത്രയും തന്നെ ഏലക്ക, 3 പട്ട എടുത്തിട്ടുണ്ട്. ഇതിന് പട്ട ടേസ്റ്റ് മുന്നിൽ നിൽക്കണം, അതുകൊണ്ടാണ് ഇച്ചിരി ഏറെ എടുത്തിരിക്കുന്നത്. കുറച്ച് പെരുംജീരകം, ഒരു ബേ ലീഫ്. ഇത് നമുക്ക് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇത് 4 കൂടെ നമുക്ക് നരച്ചെടുക്കണം, കുറച്ച് മിന്റ് ലീഫ് കൂടെ ചേർത്തിട്ട്. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഒന്ന് ഇളക്കി ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം, ഇലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാല ഒന്ന് നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൊത്തം നമുക്ക് വേണ്ട, നമുക്കിതിൻ്റെ ഒരു പകുതിയോളം മതി. ചെറുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് നമുക്ക് അരച്ചെടുക്കണം. ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പുതിന. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് പിന്നെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കുക്കിങ്ങിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം, ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ അടികട്ടിയുള്ള ഒരു പാത്രം, അടിക്ക് പിടിക്കരുത്, അതുകൊണ്ടാണ്. ഒരു 50 ഗ്രാം എണ്ണ, സൺഫ്ലവർ ആണ്, മറന്നു പോകുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ബിരിയാണി മസാല, കുറച്ച് പെരുംജീരകം, 2 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 2 ചെറിയ ലീഫ്, ബേ ലീഫ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിനയോട് ചേർത്ത് കൊടുക്കുന്നത്. പുതിന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർക്കട്ടെ, പുതിനയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ആ ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള, ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പക്ഷേ 3 മിനിറ്റായി, അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് 3.5 മിനിറ്റ് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച് ഇതിൻ്റെ എണ്ണയെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം. നമ്മളിപ്പോഴും ഈ നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ തക്കാളിയോ അങ്ങനെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ കുറച്ച് മല്ലി മുളക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. നോക്കി നമ്മുടെ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നു. നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4 മിനിറ്റ് ആയി കാണും കേട്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ചെറിയ പീസും ആക്കാം കേട്ടോ. ഗരമുണ്ടല്ലോ, നല്ലൊരു നാളെ
നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ മസാല ഇതാണ് ഇതിൻ്റെ മസാല കേട്ടോ. വേറെ എക്സ്ട്രാ മസാലകളൊന്നുമില്ല. അത് ബിരിയാണി മസാല ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ഈ മസാല മാത്രം ഇത് ചേർക്കുമ്പോൾ അതിൻ്റെ രസം കൊണ്ടുകൊണ്ട് വേറെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് ആവി കയറട്ടെ. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആദ്യം കൊടുക്കാം. ഉപ്പ് ഇച്ചിരി മേളിൽ നിൽക്കണം കേട്ടോ. കാരണം നമ്മൾ ചോറ് ഇതിനകത്തിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അന്നേരം ആ ചോറിലേക്കുള്ള ഉപ്പ് കൂടെ ഇതിനകത്ത് വരണം. ഒരു 1/2 സ്പൂണോളം കുറിയാട്ടർ പൗഡർ, മല്ലിപ്പൊടി 1/2 സ്പൂൺ മതി കേട്ടോ. ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ പീസിച്ച് ചെറുതാണെങ്കിൽ ഈ മിക്സിങ് ഒക്കെ ഈസിയാണ് കേട്ടോ. അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തൈര് ഒരു 50 ഗ്രാമോളം മതി കേട്ടോ. നമുക്ക് ഈ ഉപയോഗിക്കുന്ന ഒരു വെള്ളമുണ്ടോ അത് കൂടുതൽ തിക്കായി പോകും. ഡയറക്റ്റ് ഒത്തിരി വെച്ചാൽ അങ്ങ് തിക്കായി പോകും. അത് പാടില്ല. നമുക്കൊരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ കളർ നോക്കി സൂപ്പറായല്ലേ. ഇതായിരിക്കും മൊത്തത്തിലുള്ള മസാല. കുറച്ച് പുതിനയും കൂടെ ചേർത്തിട്ട് നമുക്ക് പിന്നെ ഒന്ന് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഉള്ളു വേണ്ട, ഒരു 60% വെള്ളം കിട്ടിയാൽ. ഈ സമയം കൊണ്ട് ഞാൻ ഈ അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒരു 60% പരുവായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് അരി വേകാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. നമ്മൾ അരി കുതിർത്തൊക്കെ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇച്ചിരി കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കാരണം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി കട്ടിയൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട്. ഒന്ന് വെള്ളം തിളച്ചിട്ട് വേണം അരി ഇടാൻ വേണ്ടിയിട്ട്. ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ഭാഗം ഒന്ന് നോക്കുക, വെന്തിട്ടുണ്ട്. എല്ലാം കൂട്ടുകാരാൻ തുടങ്ങി, വെന്തു. നമുക്ക് നമ്മുടെ അരി ഇതിലേക്ക് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. അരി റെഡി. അടച്ചു വെച്ച് ഓരോ 2-3 മിനിറ്റിനുള്ളിൽ കൂടുമ്പോൾ 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇത് അടിക്ക് പിടിക്കരുത്, അതിനുവേണ്ടിയാണ്. ഇളക്കി കൊടുക്കാം.
ഒന്ന് കുറച്ച് കൊടുക്കാം. ഏകദേശം 60% വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 50 ഗ്രാം നെയ്യ് മതി കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല ഒരു 1 സ്പൂൺ ഇതിൻ്റെ മുകളിലേക്ക് നിന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് മിന്റ് ലീഫ്, കുറച്ച് കൊറിയൻഡർ ലീഫ്. നമുക്കിവനെ അടച്ചു വെച്ച് ഒന്ന് ദമ്മിടാവേ. ദമ്മിടണം നിർബന്ധമില്ല. ഈ ഹോളൊക്കെ ഒന്ന് അടച്ചിട്ട് ഒരു വെയിറ്റ് കൊടുത്താലും മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും പിന്നെ സിമ്മിൽ ഒരു 10 മിനിറ്റ് വയ്ക്കുക. മൊത്തം ഒരു 15 മിനിറ്റ് ദമ്മിട്ട് വെക്കുക. ഞാനെന്തായാലും ദമ്മിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ദമ്മിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വയ്ക്കുക. ബാക്കി ഒരു 8-10 മിനിറ്റ് സിമ്മിൽ ഇട്ട് വെച്ചാൽ മതി. അരി നല്ല വെന്ത് പാകത്തിനായിക്കോളും. അപ്പം നമ്മുടെ ദമ്മ് റെഡിയാണ്. ആഹാ, നല്ല പരിപാടി കേട്ടോ. എനിക്ക് ചോറൊക്കെ നല്ല രീതിയിൽ വെന്തു, മസാല മിക്സായി. സൂപ്പർ, അടിപൊളി. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പാതെ. ഇപ്പം നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലപ്പാക്കട്ടി ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി റെഡിയാണ്. സലാഡും കൂട്ടി, സലാഡിലെ തൈരാണ് കേട്ടോ. സൂപ്പർ സാധനമാണ്. അടിപൊളി, നല്ല മസാല. ഈ മസാല എന്തെങ്കിലും നിങ്ങൾ കണ്ടല്ലേ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം വലിയ പണികളൊന്നുമില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? വളരെ ഈസിയാണ്, സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് നിക്കോ സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.